ഹലോ എവരി വൺ, എല്ലാവർക്കും സ്കിൽ റൈനോയുടെ വീക്ക്ലി കറണ്ട് അഫെയർ സെക്ഷനിലോട്ട് സ്വാഗതം. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, 2025 ഡിസംബറിൽ ആരംഭിച്ച കൊച്ചി മുസീരീസ് ബിനാലെ 6ാം പതിപ്പിന്റെ ക്യൂറേറ്റർ നിഖിൽ ചോപ്ര. 2025 ഡിസംബറിൽ ആരംഭിച്ച കൊച്ചി മുസീരീസ് ബിനാലെ 6ാം പതിപ്പിന്റെ ക്യൂറേറ്റർ ആരാണ്? നിഖിൽ ചോപ്ര. 6ാം പതിപ്പ് 22 വേദികളിൽ വെച്ചാണ് നടക്കുന്നത്. ഡിസംബർ 12-നാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇതിന്റെ സമാപന ദിവസം എന്ന് പറയുന്നത് മാർച്ച് 31, 2026 ഓക്കെ. അടുത്ത ചോദ്യം, IFFK 2025 ഉദ്ഘാടന സിനിമ ഏതാണ്? പലസ്തീൻ 36. IFFK 2025 ഉദ്ഘാടന സിനിമ ഏതാണ്? പലസ്തീൻ 36. ആൻമേരി ജാസിർ ആണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. ആരാണ്? ആൻമേരി ജാസിർ. ടൈം വാരികയുടെ 2025 വർഷത്തിലെ സിഇ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് നീൽ മോഹൻ. ടൈം വാരികയുടെ 2025 വർഷത്തിലെ സിഇ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയതാരാണ്? നീൽ മോഹൻ. നീൽ മോഹൻ യൂട്യൂബിന്റെ സിഇഒ ആണ്. എന്തിനാണ് ഇയാൾക്ക് ഈ പുരസ്കാരം കിട്ടിയത്? യൂട്യൂബിനെ അതിശക്തമായി മാറ്റുന്നതിന് നിർണായ പിന്തുണ നൽകിയ വ്യക്തി എന്ന നിലയ്ക്കാണ് നീലിന് ഈ പുരസ്കാരം നൽകിയത്. ഓക്കെ. ടൈം വാരികയുടെ 2025 വർഷത്തിലെ സിഇ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയതാരാണ്? നീൽ മോഹൻ. അടുത്ത ചോദ്യം, 2025 ഡിസംബർ 12-ന് അന്തരിച്ച മുൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രി ആരാണ്? ശിവരാജ് പാട്ടീൽ. 2025 ഡിസംബർ 12-ന് അന്തരിച്ച മുൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രി ആരാണ്? ശിവരാജ് പാട്ടീൽ. അടുത്ത ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ ആദ്യ മലയാളി PR രമേശ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ ആദ്യ മലയാളി ആരാണ്? PR രമേശ്. അപ്പം മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാടാ? രാജ്കുമാർ ഗോയൽ. രാജ്കുമാർ ഗോയലാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ. അടുത്ത ചോദ്യം, പെറ്റ ഇന്ത്യയുടെ 2025 പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? രവീണ ടണ്ടൻ. ബോളിവുഡ് നടിയാണ്. എന്തിനാണ് ഈ അവാർഡ് പുള്ളിക്കാരിക്ക് കിട്ടിയത്? മൃഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവരുടെ പ്രവർത്തനങ്ങൾക്കും വന്യജീവി സംരക്ഷണത്തിനുള്ള പിന്തുണയ്ക്കും വേണ്ടിയാണ് ഈ ബഹുമതി നൽകിയത്. അപ്പോൾ പെറ്റ ഇന്ത്യയുടെ 2025 പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? രവീണ ടണ്ടൻ. അടുത്ത ചോദ്യം, 2025 UN ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡ് നേടിയ ഇന്ത്യക്കാരി സുപ്രിയ സാഹു. 2025 UN ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡ് നേടിയ ഇന്ത്യക്കാരി ആരാണ്? സുപ്രിയ സാഹു. ഓക്കെ. ഇത് UN നൽകിയ ഏറ്റവും ഉയർന്ന പാരിസ്ഥിതിക ബഹുമതിയാണ്. ഓക്കെ. അടുത്ത ചോദ്യം, സമ്പന്ന രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായ G7 ബദലായി വരുന്ന പുതിയ സംഘടന. ഇമ്പോർട്ടൻ്റ് ആണ്. സമ്പന്ന രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായ G7 ബദലായി വരുന്ന പുതിയ സംഘടന കോർ 5 അല്ലെങ്കിൽ C5. ഇതാരാണ് രൂപീകരിച്ചത്? ഡൊണാൾഡ് ട്രംപ് ആണ് രൂപീകരിച്ചത്. ഇതിൽ 5 രാജ്യങ്ങളാണ് ഉൾപ്പെടുന്നത്. ഏതൊക്കെ രാജ്യങ്ങളാണ്? US, ചൈന, റഷ്യ, ഇന്ത്യ, ജപ്പാൻ. ഏതൊക്കെയാണ്? US, ചൈന, റഷ്യ, ഇന്ത്യ, ജപ്പാൻ. ഓക്കെ. അടുത്ത ചോദ്യം, ഏജീസ് ഫെഡറൽ ലൈഫ് ഇൻഷുറൻസിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ സച്ചിൻ ടെണ്ടുൽക്കർ. ഏജീസ് ഫെഡറൽ ലൈഫ് ഇൻഷുറൻസിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. ഗോട്ട് ഇന്ത്യ ടൂർ 2025 ഭാഗമായി ഇന്ത്യ സന്ദർശിച്ച അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ആരാണ്? ലയണൽ മെസ്സി. നമ്മുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഇപ്പോൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, ഫുൾ മെസ്സിയുടെ ഫോട്ടോകളാണ് അല്ലേ? എന്താണ്? ഗോട്ട് ഇന്ത്യ ടൂർ 2025 ഭാഗമായി ഇന്ത്യ സന്ദർശിച്ച അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ആരാണ്? ലയണൽ മെസ്സി. പുള്ളിക്കാരൻ 2011 അവസാനമായിട്ട് ഇന്ത്യ സന്ദർശിച്ചത്. 14 വർഷങ്ങൾക്ക് ശേഷം 2025 ഇന്ത്യയിലോട്ട് മെസ്സി വരുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, രാജ്യാന്തര 2020 1000 റൺസും 100 വിക്കറ്റും നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ഹാർദിക് പാണ്ഡ്യ. രാജ്യാന്തര 2020 1000 റൺസും 100 വിക്കറ്റും നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ്? ഹാർദിക് പാണ്ഡ്യ. അടുത്ത ചോദ്യം, 5ാമത് റെഡ് സീ ഫിലിം ഫെസ്റ്റിവലിൽ ഗോൾഡൻ ഗ്ലോബ് ഹൊറിസോൺ അവാർഡ് ലഭിച്ച നടി ആരാണ്? ആലിയ ഭട്ട്. 5ാമത് റെഡ് സീ ഫിലിം ഫെസ്റ്റിവലിൽ ഗോൾഡൻ ഗ്ലോബ് ഹൊറിസോൺ അവാർഡ് ലഭിച്ച നടി ആരാണ്? ആലിയ ഭട്ട്. ഇത് അന്താരാഷ്ട്ര സിനിമയിൽ അവർ നൽകിയ മികച്ച സംഭാവനകൾക്കാണ് ഈ അവാർഡ് ലഭിച്ചത്. ഓക്കെ. അടുത്ത ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ജെയിംസ് വെബ് കണ്ടെത്തിയ 2 വാലുള്ള ഗ്രഹം ടൈലോസ്. ജെയിംസ് വെബ് കണ്ടെത്തിയ 2 വാലുള്ള ഗ്രഹം ഏതാണ്? ടൈലോസ്. ഒരു എക്സ്പ്ലനേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. വ്യാഴത്തിന്റെ വലിപ്പമുള്ള, വ്യാഴം എന്ന് വെച്ചാൽ ജുപ്പിറ്റർ, വ്യാഴത്തിന്റെ വലിപ്പമുള്ള ഈ ഗ്രഹം അതിന്റെ നക്ഷത്രത്തോട് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ നക്ഷത്രത്തെ ഒരു തവണ റിവോൾവ് ചെയ്യാൻ വേണ്ടി
30 മണിക്കൂർ മാത്രമാണ് എടുക്കുന്നത്. ഓക്കെ, ഈ ടൈലോസ് എന്ന് പറയുന്നത് ഒരു എക്സോ പ്ലാനറ്റ് ആണ്. എക്സോ പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോളാർ സിസ്റ്റത്തിന് പുറത്തുള്ള പ്ലാനറ്റിലാണ് എക്സോ പ്ലാനറ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ ടൈലോസ് ഒരു എക്സോ പ്ലാനറ്റ് ആണ്. ഓക്കെ, ആരാണ് കണ്ടുപിടിച്ചത്? ജെയിംസ് വെബ് കണ്ടെത്തിയ 2 വാലുള്ള ഗ്രഹം ഏതാണ്? ടൈലോസ്. ഓക്കെ, അടുത്ത ചോദ്യം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി റദ്ദ് ചെയ്ത് പകരം BJP നേതൃത്വത്തിലുള്ള NDA സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി VBG റാംജി. ഓക്കെ, എന്താണ് VBG റാംജി? ഇതിന്റെ ഫുൾ ഫോം താഴെ കൊടുത്തിട്ടുണ്ട്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അതിജീവിക മിഷൻ എന്നാണ് VBG റാംജിയുടെ പൂർണ്ണരൂപം. പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? രാജ്കുമാർ ഗോയൽ. പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? രാജ്കുമാർ ഗോയൽ. രാജ്കുമാർ ഗോയൽ മുൻ IAS ഉദ്യോഗസ്ഥൻ കൂടെയാണ്. ഓക്കെ, 2025 മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം ലഭിച്ചത് ഐറ്റന ബോൺമട്ടി. ഓക്കെ, 2025 മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഐറ്റന ബോൺമട്ടി. അടുത്ത ചോദ്യം. 2025 IPL താരലേലത്തിലെ വില കൂടിയ താരം ആരാണ്? കാമറൂൺ ഗ്രീൻ. 2025 IPL താരലേലത്തിലെ വില കൂടിയ താരം ആരാണ്? കാമറൂൺ ഗ്രീൻ. ഓസ്ട്രേലിയൻ ഓൾറൗണ്ടറായ കാമറൂൺ ഗ്രീനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 25.2 കോടി രൂപയ്ക്കാണ് വാങ്ങിയത്. IPL ചരിത്രത്തിലെ വില കൂടിയ വിദേശ താരമാണ് കാമറൂൺ ഗ്രീൻ. IPL ചരിത്രത്തിലെ വില കൂടിയ വിദേശ താരമാണ് കാമറൂൺ ഗ്രീൻ. അപ്പോൾ 2025 IPL താരലേലത്തിലെ വില കൂടിയ താരമാരാണ്? കാമറൂൺ ഗ്രീൻ. കേന്ദ്ര സർക്കാർ 2025 ഡിസംബറിൽ അവതരിപ്പിച്ച ശാന്തി ബിൽ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആണവോർജം. ഇമ്പോർട്ടന്റ് ആണേ. കേന്ദ്ര സർക്കാർ 2025 ഡിസംബറിൽ അവതരിപ്പിച്ച ശാന്തി ബിൽ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആണവോർജം. എന്താടാ ശാന്തി ബില്ല്? ആണവോർജ രംഗം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുക്കുന്ന നിയമമാണ് ശാന്തി ബിൽ. എന്താണ്? ആണവോർജ രംഗം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുക്കുന്ന നിയമമാണ് ശാന്തി ബിൽ. ഇതെന്താണ്? ഇതിന്റെ ലക്ഷ്യം എന്താണ്? സ്വകാര്യ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കാനും നിക്ഷേപം സൗഹൃദപരമായി അന്തരീക്ഷം സൃഷ്ടിക്കാനും ആണവ സുരക്ഷ ഉറപ്പാക്കാനുമാണ് ഇത് ലക്ഷ്യമിടുന്നത്. ഓക്കെ, അപ്പോൾ കേന്ദ്ര സർക്കാർ 2025 ഡിസംബറിൽ അവതരിപ്പിച്ച ശാന്തി ബിൽ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആണവോർജം. അടുത്ത ചോദ്യം. സബ്കാ ബീമ സബ്കി രക്ഷ ഇൻഷുറൻസ് ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കിയതെന്നാണ്? 2025 ഡിസംബർ 16. സബ്കാ ബീമ സബ്കി രക്ഷ ഇൻഷുറൻസ് ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കിയതെന്നാണ്? 2025 ഡിസംബർ 16. യുദ്ധങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായി കടൽ ഡ്രോൺ ആക്രമണം നടത്തിയ രാജ്യം ഏതാണ്? യുക്രൈൻ. യുദ്ധങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായി കടൽ ഡ്രോൺ ആക്രമണം നടത്തിയ രാജ്യം ഏതാണ്? യുക്രൈനാണ്. ഈ ഡ്രോൺ എന്തിനാണ് ആക്രമിച്ചത്? റഷ്യയുടെ മുങ്ങിക്കപ്പലിനെയാണ് ആക്രമിച്ചത്. ഈ ഡ്രോണിനൊരു പേരുണ്ട്, സബ്സി ബേബി. എന്താണ്? സബ്സി ബേബി. അടുത്ത ചോദ്യം. ഇന്ത്യ 2025 ഡിസംബറിൽ ഒമാനുമായി ഒപ്പുവെച്ച കരാർ, സ്വതന്ത്ര വ്യാപാര കരാർ. ഇന്ത്യ 2025 ഡിസംബറിൽ ഒമാനുമായി ഒപ്പുവെച്ച കരാർ ഏതാണ്? സ്വതന്ത്ര വ്യാപാര കരാർ. ഇത് എന്തിനു വേണ്ടിയുള്ള കരാറാണ്? ഇന്ത്യയിലെ 98% ഉൽപ്പന്നങ്ങൾക്കും ഒമാനിലേക്ക് നികുതിരഹിത പ്രവേശനം ലഭിക്കും. എന്താണ്? ഇന്ത്യയിലെ 98% ഉൽപ്പന്നങ്ങൾക്കും ഒമാനിലേക്ക് നികുതിരഹിത പ്രവേശനം ലഭിക്കും. അടുത്ത ചോദ്യം. ഓസ്കാറിൽ മികച്ച അന്താരാഷ്ട്ര ഫിലിം ഫീച്ചർ വിഭാഗത്തിന്റെ 15 ചിത്രങ്ങളുടെ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ സിനിമ ഹോം ബൗണ്ട്. എന്താണ്? ഓസ്കാറിൽ മികച്ച അന്താരാഷ്ട്ര ഫിലിം ഫീച്ചർ വിഭാഗത്തിന്റെ 15 ചിത്രങ്ങളുടെ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ സിനിമ ഏതാണ്? ഹോം ബൗണ്ട്. ഇത് ആരാടാ സംവിധാനം ചെയ്ത? നീരജ് ഖൈവാൻ. നീരജ് ഖൈവാണ് ഇതിന് നീരജ് ഖൈവാൻ ആണ് ഇതിന്റെ സംവിധായകൻ. ഈ സിനിമ എന്തിനെ പറ്റിയാണ് പറയുന്നത്? ഗ്രാമീണ ഇന്ത്യയിലെ മുസ്ലിം ദളിത് സുഹൃത്തുക്കളുടെ പോലീസ് ജോലിക്കായുള്ള പോരാട്ടമാണ് ഈ സിനിമയിലെ കഥാതത്വം. ഓക്കെ, എന്താണ്? ഓസ്കാറിൽ മികച്ച അന്താരാഷ്ട്ര ഫിലിം ഫീച്ചർ വിഭാഗത്തിന്റെ 15 ചിത്രങ്ങളുടെ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ സിനിമ ഏതാണ്? ഹോം ബൗണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രക്ക് ഇടനാഴി സ്ഥാപിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രക്ക് ഇടനാഴി സ്ഥാപിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. ട്രാവൽ മാധ്യമമായ ട്രാവൽ പ്ലസ് ലേഷ്യർ ഇന്ത്യയുടെ 2025 ബെസ്റ്റ് വെൽനസ് ഡെസ്റ്റിനേഷൻ പുരസ്കാരം നേടിയ സംസ്ഥാനം ഏതാണ്? കേരളം. എങ്ങനെയാണ് തെരഞ്ഞെടുത്തത്? ഓൺലൈൻ വോട്ടിങ്ങിലൂടെയാണ് കേരളത്തെ അവാർഡിന് തെരഞ്ഞെടുത്തത്. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യക്ക് അപ്പാച്ചി ഹെലികോപ്റ്ററുകൾ നൽകിയ രാജ്യം ഏതാണ്? US ആണ്. ഇന്ത്യക്ക് അപ്പാച്ചി ഹെലികോപ്റ്ററുകൾ നൽകിയ രാജ്യം ഏതാണ്? US ആണ്. ഇതിന്റെ നിർമ്മാതാവ് ആരാണ്? അമേരിക്കൻ കമ്പനിയായ ബോയിങ് ആണ് ഇതിന്റെ നിർമ്മാതാവ്. അപ്പോൾ അപ്പാച്ചി ഹെലികോപ്റ്ററുടെ നിർമ്മാതാവ് ആരാണ്? അമേരിക്കൻ കമ്പനിയായ ബോയിങ്.
ഇതിന് പ്രത്യേകതകളുണ്ട്, എന്തൊക്കെയാണെന്ന് നോക്കാം. ആധുനിക ടാർഗറ്റിംഗ് സംവിധാനങ്ങളും റിയൽ ടൈമിൽ ഡ്രോണുകൾ നിയന്ത്രിക്കാനുമുള്ള കഴിവും ഇവയെ വ്യത്യസ്തമാക്കുന്നു. ഓക്കെ, അപ്പൊ ഇന്ത്യക്ക് അപ്പാച്ചി ഹെലികോപ്റ്റർ നൽകിയ രാജ്യം ഏതാണ്? US. അടുത്ത ചോദ്യം, കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി കൊളീജിയം ശുപാർശ ചെയ്ത ആരെ? സൗമൻ സെൻ. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി കൊളീജിയം ശുപാർശ ചെയ്തത് ആരെയാണ്? സൗമൻ സെൻ. സൗമൻ സെൻ നിലവിൽ മേഘാലയ ചീഫ് ജസ്റ്റിസ് ആണ്. ഓക്കെ, കേരളത്തിലെ കോടതികളിൽ ഫയലിംഗ് സംവിധാനം നടപ്പാക്കാനും കോടതികളുടെ ഡിജിറ്റൽ വൽക്കരിക്കാനും നേതൃത്വം നൽകിയിട്ടുണ്ട്. അപ്പൊ എന്താണ്? കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി കൊളീജിയം ശുപാർശ ചെയ്ത ആരെയാണ്? സൗമൻ സെൻ. 2025 ഡിസംബറിൽ അന്തരിച്ച പുലിറ്റ്സർ ജേതാവായ വിഖ്യാത യുദ്ധകാര ലേഖകനാരാണ്? പീറ്റർ ആർനെറ്റ്. 2025 ഡിസംബറിൽ അന്തരിച്ച പുലിറ്റ്സർ ജേതാവായ വിഖ്യാത യുദ്ധകാര ലേഖകനാരാണ്? പീറ്റർ ആർനെറ്റ്. അവസാന ചോദ്യം, ഫിഫ ഇന്റർ കോണ്ടിനെന്റൽ ഫുട്ബോൾ ചാമ്പ്യന്മാരായ ക്ലബ് ഏതാണ്? PSG. ഫിഫ ഇന്റർ കോണ്ടിനെന്റൽ ഫുട്ബോൾ ചാമ്പ്യന്മാരായ ക്ലബ് ഏതാണ്? PSG. താഴെ 2 പോയിന്റ് ഉണ്ട്. മികച്ച പുരുഷ താരത്തിനുള്ള പുരസ്കാരം PSG ഫോർവേഡ് ഉസ്മാൻ ഡെംബലെ സ്വന്തമാക്കിയപ്പോൾ മികച്ച കോച്ചായി PSG ലൂസി എൻട്രിക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഓക്കെ, അപ്പൊ ഈ ആഴ്ചത്തെ കറണ്ട് അഫയർ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് ക്ലാസ് കണ്ട് പഠിക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്